അധപ്പതനം എന്നല്ലാതെ എന്ത് പറയാൻ? അന്തസ്സുണ്ടെങ്കിൽ അയാളോട് MLA സ്ഥാനം രാജിവെക്കുമെന്ന് വേണം. ഞങ്ങൾ പുറത്താക്കി, ഇനി അയാൾ ഏത് കയ്യാലെ ചാടിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് ശരിയല്ലല്ലോ. അയാളെ പുറത്തു പോകാൻ പറയൂ. ഞങ്ങളുടെ കെയർ ഓഫിൽ കിട്ടിയ ഈ MLA സ്ഥാനം രാജിവെക്കൂ എന്ന് പറയാൻ ഒരു തവണ ധൈര്യമില്ലാണ്. എന്തോ ഒരു പേടിയുണ്ട്, എന്തോ ഒരു സാധനം ഏതാ ഉണ്ട്. അധപ്പതനം എന്നല്ലാതെ എന്ത് പറയാൻ? അന്തസ്സുണ്ടെങ്കിൽ അയാളോട് MLA സ്ഥാനം രാജിവെക്കുമെന്ന് വേണം. ഞങ്ങൾ പുറത്താക്കി, ഇനി അയാൾ ഏത് കയ്യാലെ ചാടിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് ശരിയല്ലല്ലോ. അയാളെ പുറത്തു പോകാൻ പറയൂ. ഞങ്ങളുടെ കെയർ ഓഫിൽ കിട്ടിയ ഈ MLA സ്ഥാനം രാജിവെക്കൂ എന്ന് പറയാൻ ഒരു തവണ ധൈര്യമില്ലാണ്. എന്തോ ഒരു പേടിയുണ്ട്, എന്തോ ഒരു സാധനം ഏതാ ഉണ്ട്. ഇതല്ലേ അധപ്പതനം, ഇതല്ലേ അധപ്പതനം എന്നുള്ളതാണ് ക്യാപ്ഷൻ. രാഹുൽ മാങ്കൂട്ടം പങ്കുവെച്ച, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടം പങ്കുവെച്ച ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇത് പങ്കുവെക്കാനുണ്ടായ കാരണം എന്താണ്? ഇത് പങ്കുവെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, ഇതല്ലേ അധപ്പതനം എന്നുള്ളതാണ് രാഹുൽ ചോദിക്കുന്നത്. എന്താ കാര്യം? ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഭൂലോക ഉടായിപ്പായിട്ടുള്ള ഒരു 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 അവിഹിതത്തിൻ്റെ, കുത്തഴിഞ്ഞ ജീവിതത്തിൻ്റെ ഒക്കെ നേർചിത്രമായിട്ടുള്ള ഗണേഷ് കുമാർ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മന്ത്രിയുടെ ചില വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഗണേഷ് കുമാറും അതുപോലെ ഗണേശൻ്റെ ഭാര്യയെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ചില കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. അത് ആ കാര്യങ്ങളെന്ന് പറയുന്ന വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. ഈ പറയുന്ന ഗണേഷ് കുമാർ വാളകത്തെ കീഴൂട്ട് വീട്ടിൽ അവിഹിതം നടത്തി, വ്യഭിചരിച്ചു. ആ വീട്ടിൽ വെച്ചിട്ട്, ഈ വീട്ടിൽ വെച്ച് വ്യഭിചരിക്കുന്നത് അവിഹിതം ആര് പൊക്കി? ഗണേഷ് കുമാറിൻ്റെ രണ്ടാമത്തെ ഭാര്യയായിട്ടുള്ള, കാമുകിയല്ല, രണ്ടാമത്തെ ഭാര്യ. കാമുകിമാർ ഒരുപാടുണ്ട്. ഭാര്യ കല്യാണം കഴിച്ച് കൂടെ കിടത്തിയ രണ്ടുപേരെ ഉണ്ടായുള്ളൂ. ഒന്ന് യാമിനി തങ്കച്ചിയാണ്, മറ്റൊന്ന് ഇപ്പോൾ ഈ പറയുന്ന ഗണേശൻ്റെ ഭാര്യയായിട്ടുള്ള ആ സ്ത്രീയാണ്. അവർ ഇത് കൈയോടെ കണ്ടു എന്നുള്ളതാണ്. കണ്ടു എന്ന് മാത്രമല്ല, ഭാര്യ അവിഹിതം കൈയോടെ പൊക്കി എന്നുള്ളതാണ്. പൊക്കി എന്ന് മാത്രമല്ല, ഇത് വളരെ കൃത്യമായിട്ട് അവർ ഷൂട്ട് ചെയ്തു, മൊബൈലിൽ ഷൂട്ട് ചെയ്തു, വീഡിയോ പിടിച്ചു, വീഡിയോ പകർത്തി എന്നുള്ളതാണ്. അതും പോരാഞ്ഞിട്ട് ഈ പറയുന്ന ഭാര്യയുടെ മൊബൈൽ കൈക്കലാക്കാൻ വേണ്ടിയിട്ട് മന്ത്രി ശ്രമങ്ങൾ നടത്തി എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പം ഈ കാര്യങ്ങൾ പുറം ലോകത്തേക്ക് വരുന്നതേ ഉള്ളൂ. ഇത് വന്നറിഞ്ഞപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടം ഇതല്ലേ യഥാർത്ഥ അധപ്പതനം എന്ന് ചോദിച്ചുകൊണ്ട് ആ ഗണേശൻ്റെ വാക്കുകൾ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത്. ഇനി ഭാര്യയുടെ മൊബൈൽ കൈക്കലാക്കാനുള്ള ശ്രമം ആര് നടത്തി? ഗണേശൻ നടത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, പേഴ്സണൽ സ്റ്റാഫിനെ വെച്ചിട്ട് ഭാര്യയെ മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഭാര്യ പോലീസിൻ്റെ ടോൾ ഫ്രീ നമ്പറിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നു. അതുപോലെ ഈ കീഴൂട്ടിലെ വീട്ടിലേക്കെത്തിയ പോലീസിൻ്റെ കയ്യിലേക്ക് തൻ്റെ മൊബൈലിൽ താൻ പകർത്തിയ എന്ന് പറഞ്ഞാൽ ഗണേശൻ്റെ രണ്ടാം ഭാര്യ പകർത്തിയ ഈ തെളിവുകൾ പോലീസിന് ഈ പറയുന്ന ഭാര്യ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 112ലേക്കാണ് ഭാര്യ വിളിച്ചത്. പോലീസ് അവിടെ എത്തിയിട്ടുണ്ട്. പോലീസിന് ഈ പറയുന്ന തെളിവുകൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയോ മറ്റുള്ള എന്തെങ്കിലും സംഭവിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലെ സ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഗണേശൻ്റെ ധാർമ്മികതയെയാണ് ഈ പറയുന്ന രാഹുൽ ചോദ്യം ചെയ്യുന്നത്. ഗണേശൻ്റെ ധാർമ്മികത എന്ന് പറഞ്ഞാൽ കൈ മുഴുവനായിട്ടുമില്ല, അല്ലെങ്കിൽ രണ്ട് കൈയും മുഴുവനായിട്ടുമില്ല. ആ ഗണേശനാണ്, കൈയില്ലാത്ത ഗണേശൻ, വിരലില്ലാത്ത രാഹുലിനെയാണ് കുറ്റം പറയുന്നത്. വിരലില്ലാത്ത എന്നും പറയാൻ പറ്റൂല, നഖമില്ലാത്ത രാഹുലിനെ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ മാറ്റി പറയാൻ കഴിയും. മനസ്സിലായില്ലേ? ഇത് ഗണേശൻ്റെ ജീവിതത്തിൽ നിരന്തരമായി തുടർന്നു കൊണ്ടിരുന്നതാണ്. എങ്ങനെയാണ് യാമിനി തങ്കച്ചി ഡിവോഴ്സ് വാങ്ങിയിട്ട് പോയതെങ്ങനെയാ? അതും ഇത് തന്നെയായിരുന്നു സിറ്റുവേഷൻ. അവിഹിതങ്ങളുടെ കൂമ്പാരമായിട്ട് വ്യഭിചാരവും വേശ്യാവൃത്തിയും കൈമുതലാക്കി താൻ തോന്നിയായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഗണേശൻ, ആ ഗണേശൻ്റെ ജീവിതം
കണ്ട് മടുത്തിട്ട് തൻ്റെ മക്കളെയും കൂട്ടിയിട്ട് ഇറങ്ങിപ്പോയതാണ് യാമിനി തങ്കച്ചി. ആ ഗ്യാപ്പിലേക്കാണ് ഈ പറയുന്ന ഭാര്യ, രണ്ടാമത്തെ ഭാര്യ കയറി വന്നത്. പക്ഷേ ആ രണ്ടാമത്തെ ഭാര്യക്കും ഇപ്പോൾ ഏതാണ്ട് കാര്യങ്ങൾ പിടികിട്ടി. തെളിവടക്കം കയ്യോടെ പൊക്കി എന്ന് നമ്മൾ പറയാറില്ലേ, കയ്യോടെ പൊക്കിയെന്ന്. ഈ പറയുന്ന രണ്ടാമത്തെ ഭാര്യ ഈ കീഴൂട്ടിലെ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ അവിടെ നല്ല ഒന്നാം തരം വ്യഭിചാരം നടന്നുകൊണ്ടിരിക്കുകയാ. അവര് ആദ്യം ഒച്ചയൊന്നും എടുത്തില്ല. അവരെന്ത് ചെയ്തു? അവരിതിനൊക്കെ തെളിവ് വേണം. അവരിതൊക്കെ വളരെ കൃത്യമായിട്ട് മൊബൈലിൽ ചിത്രീകരിച്ചു എന്ന് മാത്രമല്ല, ഈ മൊബൈൽ പിടിച്ചു പറിക്കാനുള്ള, തട്ടിയെടുക്കുവാനുള്ള ശ്രമം ആദ്യം ഗണേശൻ നടത്തി. കഴിയാതെ വന്നപ്പോൾ പേഴ്സണൽ സ്റ്റാഫിനെ കൊണ്ട് അത് പിടിച്ചു വാങ്ങാനുള്ള ശ്രമവും നടത്തി. അങ്ങനെയാണ് 112 എന്ന് പറയുന്ന നമ്പറിലേക്ക് ഈ പറയുന്ന രണ്ടാമത്തെ ഭാര്യ വിളിക്കുന്നത് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഇവൻ്റെ ഞാനിപ്പോൾ ചോദിക്കാൻ എനിക്കുള്ളത് കേരളത്തിലെ ഈ വേശ്യാ മാധ്യമങ്ങളോടാണ്. കേരളത്തിലെ വേശ്യാ മാധ്യമങ്ങളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം ഇവർ ഈ കാര്യത്തിൽ എന്താണ് ഇവരുടെ അന്വേഷണാത്മകമായിട്ടുള്ള മാധ്യമ പ്രവർത്തനം എന്തായിരിക്കുമെന്നുള്ളത് അറിയാൻ വലിയ ജിജ്ഞാസയുണ്ട് എന്നുള്ളതാണ്. വലിയ ജിജ്ഞാസയുണ്ട്. എന്തായിരിക്കും ഇവർക്ക് ഈ കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുണ്ടാവുക കേരളത്തിലെ വേശ്യാ മാധ്യമങ്ങൾക്ക്? രാഹുൽ മാങ്കൂട്ടത്തിലെ പിച്ച് ചീന്തുകയും രാഹുൽ മാങ്കൂട്ടത്തിലെ ക്രൂരനാക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിനെ ലൈംഗിക വൈകൃതമുള്ളവനാക്കുകയും ഒക്കെ ചെയ്ത കേരളത്തിലെ വേശ്യാ മാധ്യമങ്ങൾക്ക് ഗണേശൻ എന്ന് പറയുന്ന ഈ അഭിസാരകനെ, ഗണേശൻ എന്ന് പറയുന്ന ഈ കുത്തഴിഞ്ഞ ജീവിതത്തിനുടമയെ ഒരു ധാർമ്മികതയുമില്ലാതെ തൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് എല്ലാ വൃത്തികേടുകളും തെമ്മാടിത്തരങ്ങളും കൈമുതലാക്കി നടക്കുന്ന ഈ ഗണേശനെ കുറിച്ച് കേരളത്തിലെ വേശ്യാ മാധ്യമങ്ങൾക്ക് എന്ത് പറയാനുണ്ടാകുമെന്നുള്ളതാണ് എൻ്റെ ഒരു ബലമായ സംശയമെന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടം ഇതേക്കുറിച്ച് വലിയ ഡീറ്റെയിൽസുകളൊന്നും പുറത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതെന്താണ് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് രാഹുലിൻ്റെ ഈ കമൻറ്റ് ബോക്സ് ഞാനൊന്ന് പരിശോധിച്ചു. അപ്പോഴാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇതാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ചില കമൻറ്റുകൾ അത്തരത്തിലാണ്. ഈ പറയുന്ന ആളുകളുടെ അതിൽ വളരെ കൃത്യമായിട്ട് KSUവിൻ്റെ ഈ പറയുന്ന സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിട്ടുള്ള ഒരു വ്യക്തി ഈ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അയാൾ ബ്രാക്കറ്റിൽ പറയുന്നുണ്ട്, ഞാൻ വളച്ചുകെട്ടില്ലാതെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇത് തെറ്റെങ്കിൽ മന്ത്രി എനിക്കെതിരെ കേസ് കൊടുപ്പിക്കട്ടെ, വെല്ലുവിളിയായി കരുതിയാലും ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമാക്കിക്കൊണ്ട് പൊതുമധ്യത്തിലേക്ക് വിളിച്ചു പറയുന്നത്. ഗണേഷ് കുമാറിൻ്റെ ഭാര്യ വീട്ടിലേക്ക് കയറി വരികയായിരുന്നു. ബെഡ്റൂമിൽ ചെന്നപ്പോൾ ഗണേഷ് കുമാർ കട്ടിലിൽ കിടന്ന് ഷോക്കേറ്റ് പിടയുന്നു. ഏതെങ്കിലും ഒരു ഇലക്ട്രിക് വയർ പൊട്ടി വീണത് ആണെന്ന് ആ സ്ത്രീ ഓർത്തു. ഭർത്താവിനെ രക്ഷിക്കാൻ അടുക്കളയിൽ നിന്ന് വിറകമ്പ് എടുത്തുകൊണ്ട് വന്ന് ആ സ്ത്രീ ഗണേശിനെ അടി കൊണ്ടപ്പോൾ ഗണേശിൻ്റെ പിടച്ചിൽ നിന്നു. ട്വിസ്റ്റ് അതല്ല, അടികൊണ്ട ഗണേശിൻ്റെ അടിയിൽ നിന്ന് ഒരു സ്ത്രീ ഉറങ്ങി ഓടിയത് കണ്ട് ഗണേശിൻ്റെ ഭാര്യ അപ്പോഴാണ് ഗണേശിനെ അടിച്ച പിടിച്ചിൽ അല്ലെന്ന് സ്ത്രീക്ക് മനസ്സിലാത്. കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവമാണ്, ഡിവോഴ്സ് ആകാൻ പോകുന്നുവെന്ന് കേൾക്കുന്നു. ഇനിയും ധാരാളം വിഗുകൾ വേണ്ടിവരും. ഈ ഗണേശ് ആണോ ആ ഗണേശ് എന്ന് ചോദിക്കുന്നുണ്ട് ഒരാൾ. പത്തനാപുരത്ത് എന്തോ പൊട്ടി എന്നൊക്കെ കേൾക്കുന്നു, സത്യമാണോ ഗേസ്? ഇവനിത് സ്ഥിരമാണെന്ന് മറ്റൊരാൾ. എടോ ഗണേഷ് കുമാറെ, താങ്കളെക്കുറിച്ച് സ്വന്തം പിതാവ് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും പൊതുസമൂഹത്തിൻ്റെ സ്മരണയിലുണ്ട്. പോരാത്തതിന് മുൻ ഭാര്യ യാമിനി തങ്കച്ചി വെളിപ്പെടുത്തിയ ഞെട്ടിക്കുന്ന വസ്തുതകൾ കൂടി ഒന്നുകൂടി കേട്ടു നോക്കുന്നത് നന്നായിരിക്കും. സ്വന്തം ജീവിതം ഇത്രത്തോളം വിവാദങ്ങളിൽ നിൽക്കുമ്പോൾ മറ്റുള്ളവരെ വിമർശിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നത് വെറും അല്പത്തരമാണ്. ഉമ്മൻചാണ്ടി സാറിനെതിരെ ഉള്ള സരിതയുടെ കത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഈ പറയുന്ന ഗണേശനെതിരെ നിശിത വിമർശനങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കിതിൽ പറയാനുള്ളത്, ഇവൻ വ്യഭിചരിക്കുകയോ അവിഹിതത്തിൽ ഏർപ്പെടുകയോ 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 10 അല്ല, ഇനി കെട്ടിയിട്ടും കെട്ടാതെയും കൂടെ കിടക്കുകയോ ലൈംഗികമായി ഉപയോഗിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഇത്തരത്തിലുള്ള ആഭാസന്മാരെ നമ്മൾ ചുമക്കേണ്ട ഗതികേട് എന്തിനാ? ഇവനൊക്കെ നക്കുന്നത്, മന്ത്രിയായിരുന്ന കാലത്തോളം നക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഖജനാവിൽ നിന്നുള്ള നികുതിപ്പണമാണ്. ഈ നികുതിപ്പണം
ഇവനക്കൊക്കെ നക്കാൻ കൊടുക്കാൻ വേണ്ടി മാത്രം നമ്മൾ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഇത്തരം ആഭാസന്മാരെ സഹിക്കേണ്ട ഗതികേട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനുണ്ടോ? ഇല്ല എന്നുള്ളതാണ്. വളരെ കൃത്യമാണ്. ഇവൻ ഇതും ചെയ്യും, ഇതിനപ്പുറവും ചെയ്യും. മാത്രമല്ല ഇവൻ കിടക്കും, ലൈംഗിക ബന്ധത്തിലേർപ്പെടും, വ്യഭിചരിക്കും, അവിഹിതം നടത്തും. എന്നിട്ട് ആ സ്ത്രീയെ ഇവൻ കൊണ്ടുപോയി ഇറച്ചി വിലക്ക് തൂക്കി വിൽക്കുകയും ചെയ്യും. അതിനും മടിക്കാത്തവനാ. അതിവൻ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ പറയാനുള്ള കാരണം 2005 മുതൽ ഇവൻ്റെ കാമുകിയായ സരിത എസ് നായർ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഇവൻ ഉപയോഗിച്ചു എന്ന് മാത്രമല്ല, ഇവൻ്റെ ചോരയിലുണ്ടായ കുഞ്ഞിനെ ആ സ്ത്രീ വയറ്റിൽ ചുമന്നു. അവിടെ തീർന്നോ? ഇല്ല. എന്നിട്ട് ആ സ്ത്രീ ആ കുഞ്ഞിന് ജന്മം നൽകി. എന്നിട്ട് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മഹാമനുഷ്യനെ വീഴ്ത്താൻ വേണ്ടിയിട്ട്, കാരണം നമ്മുടെ നാട്ടിൽ ഒരു പ്രതിഭാസമാണിപ്പോൾ. കാരണം സ്ത്രീകൾ എന്ത് വന്ന് വിളിച്ചു പറഞ്ഞാലും മറുചോദ്യങ്ങളില്ല, മറുവാക്കുകളില്ല. അതിൻ്റെ ആധികാരികതയെക്കുറിച്ചോ അതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചോ ആർക്കും ഒന്നും ആലോചിക്കുകയോ ചിന്തിക്കുകയോ വേണ്ട. ഒരു സ്ത്രീ വന്ന് എന്ത് വിളിച്ചു പറഞ്ഞാലും അപ്പോൾ അതിനെ ഏറ്റുപിടിച്ചോളും. അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഗണേശൻ്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമന്ന് പ്രസവിച്ച കാമുകിയായിട്ടുള്ള സരിത നായരെയാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മഹാമനുഷ്യനെതിരെ ഇവൻ ഇറച്ചി വിലക്ക് തൂക്കി വിറ്റിട്ട് ആ കാശ് കൂടി നക്കിയവനാണിവൻ. എന്ന് പറഞ്ഞാൽ സരിതയുടെ ശരീരം വേണ്ടുവോളം ആസ്വദിച്ചിട്ട്, സരിതയുടെ ശരീരത്തിലെ വേർപ്പ് നക്കി കുടിച്ചിട്ട് അതിൻ്റെ രസമറിഞ്ഞ ഈ പറയുന്ന ഗണേശൻ എന്ന് പറയുന്ന കൊണേശൻ ബാലകൃഷ്ണപിള്ളക്ക് ഒരൊറ്റ സംശയം മാത്രം ഉണ്ടായില്ല. ആരെ? ഭാര്യയെ സംശയമുണ്ടായില്ല. അതുകൊണ്ട് മാത്രം ഇവൻ തൻ്റെ ചോരയാണോ എന്നുള്ള കാര്യത്തിൽ അയാൾക്ക് സംശയമുണ്ടായില്ല. മനസ്സിലായില്ലേ? ആ ഗണേശൻ എന്ത് ചെയ്തു? അത് കഴിഞ്ഞിട്ട് ഈ സരിതയെ കണ്ടമാക്കിയിട്ട് തൂക്കി വിറ്റിട്ട് ആ കാശ് കൂടി ഇവൻ നക്കി. അപ്പോൾ സരിതയോട് ഇവൻ 2005 മുതൽ ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യമുണ്ട്, ഞാൻ നിന്നെ വിവാഹം കഴിക്കാമെന്ന്. പക്ഷേ ഇവൻ സരിതയെ തൂക്കി വിറ്റ് സരിതയെ ജയിലിലാക്കിയിട്ട് ഇവൻ യാമിനി തങ്കച്ചിയിൽ നിന്നും ഡിവോഴ്സ് വാങ്ങിയിട്ട് നേരെ പോയിട്ട് ഇപ്പോഴത്തെ ഭാര്യയെ വിവാഹം ചെയ്തു 2014. 2013 യാമിനിയുമായിട്ട് ബന്ധം വേർപിരിയുന്നു. 2014 ഈ പറയുന്ന ആളെ വിവാഹം ചെയ്യുന്നു. അന്ന് സരിത നായർ എവിടെയുണ്ട്? വിവാഹം ചെയ്യാം എന്ന് പറഞ്ഞ സരിത നായർ എവിടെയാണുള്ളത്? അന്ന് ജയിലിൽ കിടക്കുന്നുണ്ട്. പക്ഷെ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇവൻ്റെ കുഞ്ഞിനെ പ്രസവിച്ച സ്ത്രീയാണെന്ന് ബോധ്യമുള്ളത് കൊണ്ട് ബാലകൃഷ്ണപിള്ള ചെലവിന് കൊടുത്തു. ആർക്ക്? സരിതക്ക്. അല്ലേ? ആ ഗണേശനാണ് ഇന്ന് നമ്മുടെ മന്ത്രി. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കൊടുക്കുന്ന നികുതി പണം ആവശ്യത്തിലധികം തോന്നുംപടി നക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ആഭാസനാണ് ഈ ഗണേശൻ എന്ന് പറയുന്നത്. എന്താണെങ്കിലും ഗണേശൻ്റെ ചീഞ്ഞളിഞ്ഞ നാറുന്ന കഥകൾ വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവോടുകൂടി മികവോടുകൂടി കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. സംഭവം നടന്നിട്ട് ഒരാഴ്ചയായിട്ടുണ്ട്. ഡിവോഴ്സിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും ഇതിൻ്റെ വ്യക്തമായ തെളിവുകളടക്കം വരും ദിവസങ്ങളിൽ ഇത് പുറത്തേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല.